ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ക്വിസ് മാസ്റ്റർ RMGയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നും കുറച്ച് രസകരമായ കുസൃതി ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? തുടങ്ങിയാലോ? ചോദ്യം 1. അപ്പത്തിലും പുട്ടിലും ചേരും, ഇഡ്ഡലിയിലും ദോശയിലും ചേരില്ല, എന്താണത്? അപ്പത്തിലും പുട്ടിലും ചേരും, ഇഡ്ഡലിയിലും ദോശയിലും ചേരില്ല, എന്താണത്? ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ, എന്തായിരിക്കും ഉത്തരം? ഉത്തരം ചുണ്ടുകൾ. ചോദ്യം 2. അങ്ങോട്ട് പോകുമ്പോൾ മിണ്ടാതെ ഇങ്ങോട്ട് വരുമ്പോൾ തുപ്പിത്തുപ്പി. അങ്ങോട്ട് പോകുമ്പോൾ മിണ്ടാതെ ഇങ്ങോട്ട് വരുമ്പോൾ തുപ്പിത്തുപ്പി. ആരാണ്? ആരായിരിക്കും കൂട്ടുകാരെ? ആലോചിച്ച് നോക്കൂ. ഉത്തരം കിട്ടിയോ? ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം തൊട്ടിയും കയറും. ചോദ്യം 3. വലിയ ശബ്ദം കേട്ടാൽ കാതടപ്പിക്കുന്നത് എന്താണ്? വലിയ ശബ്ദം കേട്ടാൽ കാതടപ്പിക്കുന്നത് എന്താണ്? ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം കൈകൾ. ചോദ്യം 4. വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി ഏതാണ്? വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി ഏതാണ്? ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം തെങ്ങുകയറ്റം. ചോദ്യം 5. തലയും വാലും ഇല്ലാത്ത മീൻ ഏതാണ്? തലയും വാലും ഇല്ലാത്ത മീൻ ഏതാണ്? ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ, എന്തായിരിക്കും ഉത്തരം? ഉത്തരം ആമീൻ. ചോദ്യം 6. 1 രൂപയ്ക്ക് 3 മിഠായികൾ കിട്ടും. ആ 3 മിഠായികളുടെ കവർ നൽകിയാൽ 1 മിഠായി കൂടി കിട്ടും. എങ്കിൽ 45 രൂപയ്ക്ക് എത്ര മിഠായികൾ കിട്ടും? 1 രൂപയ്ക്ക് 3 മിഠായികൾ കിട്ടും. ആ 3 മിഠായികളുടെ കവർ നൽകിയാൽ 1 മിഠായി കൂടി കിട്ടും. എങ്കിൽ 45 രൂപയ്ക്ക് എത്ര മിഠായികൾ കിട്ടും? ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം എന്തായിരിക്കും? ഉത്തരം 202. ചോദ്യം 7. വെളിച്ചത്തിൽ കൂടെയുണ്ട്, ഇരുട്ടത്ത് ഓടിക്കളയും, ആരാണ്? വെളിച്ചത്തിൽ കൂടെയുണ്ട്, ഇരുട്ടത്ത് ഓടിക്കളയും, ആരാണ്? ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം നിഴലാണ്. ചോദ്യം 8. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, കണക്ക് അധ്യാപകർ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അതാ ഒരു കള്ളൻ ഹിന്ദി ടീച്ചറുടെ മാല പൊട്ടിച്ചുകൊണ്ട് ഓടി. ഹിന്ദി ടീച്ചർ പറഞ്ഞു ചോർ ചോർ. മലയാളം ടീച്ചർ പറഞ്ഞു കള്ളൻ കള്ളൻ. ഇംഗ്ലീഷ് ടീച്ചർ പറഞ്ഞു തീഫ് തീഫ്. എന്നാൽ കണക്ക് ടീച്ചർ എന്തായിരിക്കും പറഞ്ഞത്? ആലോചിച്ച് നോക്കൂ. എന്തായിരിക്കും ഉത്തരം കൂട്ടുകാരെ? ആലോചിച്ച് നോക്കൂ. ഉത്തരം എന്തായിരിക്കും? ഉത്തരം കണക്കായിപ്പോയി. ചോദ്യം 9. ശശിയോട് പഠിക്കാൻ പറഞ്ഞപ്പോൾ പുറത്തേക്ക് നോക്കി നിന്നു, എന്തുകൊണ്ട്? ശശിയോട് പഠിക്കാൻ പറഞ്ഞപ്പോൾ പുറത്തേക്ക് നോക്കി നിന്നു, എന്തുകൊണ്ട്? എന്തുകൊണ്ടായിരിക്കും കൂട്ടുകാരെ? ആലോചിച്ച് നോക്കൂ. ഉത്തരം കിട്ടിയോ? ടീച്ചർ പറഞ്ഞു പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ പുറത്തു നിന്നാണ് വരുന്നത്. ചോദ്യം 10. ഏറ്റവും കൂടുതൽ വഴുവഴുപ്പുള്ള രാജ്യം ഏതാണ്? ഏറ്റവും കൂടുതൽ വഴുവഴുപ്പുള്ള രാജ്യം ഏതാണ്? ഏതായിരിക്കും ആ രാജ്യം? ആലോചിച്ച് നോക്കൂ. ഉത്തരം കിട്ടിയോ? ഉത്തരം ഗ്രീസാണ്. ചോദ്യം 11. ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് ഏതാണെന്ന് പറയാമോ? ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് ഏതാണെന്ന് പറയാമോ? ആലോചിച്ച് നോക്കൂ. എന്തായിരിക്കും ഉത്തരം? കൽക്കട്ട. ചോദ്യം 12. എനിക്ക് 4 കാലും ഒരു തലയും 6 അടി നീളവും ഉണ്ട്, പക്ഷേ ജീവനില്ല, ആരാണ് ഞാൻ? എനിക്ക് 4 കാലും ഒരു തലയും
6 അടി നീളവുമുണ്ട് പക്ഷേ ജീവനില്ല, ആരാണ് ഞാൻ? ആരായിരിക്കും? ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം കട്ടിലാണ്. ചോദ്യം 13. 10 പൂച്ച 10 ദിവസം കൊണ്ട് 10 എലിയെ പിടിക്കുന്നു എങ്കിൽ 100 ദിവസം കൊണ്ട് 100 എലിയെ പിടിക്കാൻ എത്ര പൂച്ച വേണ്ടിവരും? 10 പൂച്ച 10 ദിവസം കൊണ്ട് 10 എലിയെ പിടിക്കുന്നു എങ്കിൽ 100 ദിവസം കൊണ്ട് 100 എലിയെ പിടിക്കാൻ എത്ര പൂച്ച വേണ്ടിവരും? ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ, എന്തായിരിക്കും ഉത്തരം? ഉത്തരം കിട്ടിയോ? ഉത്തരം 10 പൂച്ച. ചോദ്യം 14. പൂരിപ്പിക്കുക. എന്തായിരിക്കും ഉത്തരം? വിട്ടുപോയ അക്ഷരം ഏതാണെന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ, എന്തായിരിക്കും? ഉത്തരം കിട്ടിയോ? ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം സമൂസയാണ്. ചോദ്യം 15. അക്കരയിലുണ്ട് ഇക്കരയിലില്ല, കടലിലുണ്ട് കപ്പലിലില്ല, ഡാറ്റയിലുണ്ട് ബാറ്റയിലില്ല, ആരാണ് ഞാൻ? അക്കരയിലുണ്ട് ഇക്കരയിലില്ല, കടലിലുണ്ട് കപ്പലിലില്ല, ഡാറ്റയിലുണ്ട് ബാറ്റയിലില്ല, ആരാണ് ഞാൻ? ആരായിരിക്കും? ഉത്തരം കിട്ടിയ കൂട്ടുകാരെ, ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം അടടി. ചോദ്യം 16. ഒരടി ആഴമുള്ള കുഴിയിൽ എത്ര മണ്ണുണ്ടാകും? ഒരടി ആഴമുള്ള കുഴിയിൽ എത്ര മണ്ണുണ്ടാകും? എന്തായിരിക്കും ഉത്തരം? ആലോചിച്ച് നോക്കൂ. ഉത്തരം മണ്ണുണ്ടാകില്ല. ചോദ്യം 17. ഗുണ്ടാ ലിസ്റ്റിൽ പേരുള്ള കിളി ഏതാണ്? ഗുണ്ടാ ലിസ്റ്റിൽ പേരുള്ള കിളി ഏതാണ്? ഏതായിരിക്കും ആ കിളി? ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ, ഉത്തരം കിട്ടിയോ? ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം വെട്ടുക്കിളി. ചോദ്യം 18. വെളുക്കും തോറും വൃത്തികേടാകുന്നത് എന്താണ്? വെളുക്കും തോറും വൃത്തികേട് ആകുന്നത് എന്താണ്? ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ, ഉത്തരം കിട്ടിയോ? ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം തലമുടിയാണ്. ചോദ്യം 19. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരേക്കാൾ കുറച്ച് ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ, എന്തുകൊണ്ട്? ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരേക്കാൾ കുറച്ച് ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ, എന്തുകൊണ്ട്? എന്തുകൊണ്ടായിരിക്കും? ഉത്തരം ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരേക്കാൾ കുറവാണ്. ചോദ്യം 20. ലോകത്തെവിടെയും എന്നെ ഒരേ പേരിലാണ് അറിയപ്പെടുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ ഓടാറുണ്ട് എന്ന് കരുതി നടക്കാറില്ല, ആരാണ് ഞാൻ? ലോകത്ത് എവിടെയും എന്നെ ഒരേ പേരിലാണ് അറിയപ്പെടുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ ഓടാറുണ്ട് എന്ന് കരുതി നടക്കാറില്ല, ആരാണ് ഞാൻ? ആരായിരിക്കും? ഉത്തരം കിട്ടിയ കൂട്ടുകാരെ, ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം നമ്പർ പ്ലേറ്റ് ആണ്. ചോദ്യം 21. 9 നിന്നും 1 കുറച്ചാൽ 10 കിട്ടും, എങ്ങനെ? 9 നിന്നും 1 കുറച്ചാൽ 10 കിട്ടും, എങ്ങനെ? എങ്ങനെയായിരിക്കും? ആലോചിച്ച് നോക്കൂ. ഉത്തരം കിട്ടിയ കൂട്ടുകാരെ, ഉത്തരം എന്താണെന്ന് നോക്കാം. റോമനക്കം 9 നിന്നും 1 കുറച്ചാൽ റോമനക്കം 10 കിട്ടും. ചോദ്യം 22. അളന്നു വാങ്ങാനാകില്ല, തൂക്കി വാങ്ങാനാകില്ല, കടയിലിട്ട് കിട്ടത്തുമില്ല, എന്താണ്? അളന്നു വാങ്ങാനാകില്ല, തൂക്കി വാങ്ങാനാകില്ല, കടയിലിട്ട് കിട്ടത്തുമില്ല, എന്താണ്? എന്തായിരിക്കും? ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ, ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം വായുവാണ്. ചോദ്യം 23. എന്നിൽ ഫൂട്ടുണ്ട് പക്ഷേ കാലില്ല, ഞാൻ ആരാണെന്ന് പറയാമോ? എന്നിൽ ഫൂട്ടുണ്ട് പക്ഷേ കാലില്ല, ഞാൻ ആരാണെന്ന് പറയാമോ? ആരായിരിക്കും കൂട്ടുകാരെ? ആലോചിച്ച് നോക്കൂ. ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം സ്കെയിലാണ്. ചോദ്യം 24. ആശയങ്ങളെ വിവരിക്കാൻ കഴിയുന്ന ദ്രാവകം ഏതാണ്? ആശയങ്ങളെ വിവരിക്കാൻ കഴിയുന്ന ദ്രാവകം ഏതാണ്? ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ, എന്തായിരിക്കും ഉത്തരം? ഉത്തരം എന്താണെന്ന് നോക്കാം.
ഉത്തരം മഷിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.